We're flying over a thing called the Gulf of America. Vamos a llamarle América Mexicana. Se oye bonito, ¿no? മെക്സിക്കൻ ഉൾക്കടലിനെ അമേരിക്കൻ ഉൾക്കടലെന്ന് നാമകരണം ചെയ്യുമെന്ന് ട്രംപ് വീമ്പിളക്കിയപ്പോൾ നോർത്ത് അമേരിക്കയെ മെക്സിക്കൻ അമേരിക്ക എന്ന് വിളിക്കണമെന്ന് തിരിച്ചടിച്ച ഒരു മിടുക്കിയുണ്ട്. ട്രംപ് എന്ന് കേട്ടാൽ ലോകം മുഴുവൻ മുട്ടിടിക്കുന്ന ഈ കാലത്ത് ഓലപ്പാമ്പു കാട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ടെന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയ വനിത. ട്രംപിന്റെ ഉത്തരവുകൾക്ക് മുന്നിൽ ബാധിക്കപ്പെട്ട രാഷ്ട്രത്തലവന്മാർ വിനയകുലീനരായി ഓച്ചാനിച്ചു നിന്നപ്പോൾ മുന്നും പിന്നും നോക്കാതെ തനിക്ക് പറയേണ്ടത് പറയാൻ ധൈര്യം കാട്ടിയയാൾ. ഒരുപക്ഷെ ട്രംപിനെ ചോദ്യമുനയിൽ നിർത്താൻ കെൽപ്പു കാണിച്ച ഒരേയൊരു ഭരണാധികാരി. അമേരിക്കയുമായി 3145 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ട്രംപ് മഹാമതിൽ കെട്ടി അകറ്റാൻ നോക്കുന്ന അയൽ രാജ്യം മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബാം. ദിവസങ്ങൾക്ക് മുമ്പ് വൈറ്റ് ഹൗസിൽ ട്രംപും ജോർദാൻ രാജാവും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനം പലവിധ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. ഗസ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി പലസ്തീനികളെ ഏറ്റെടുക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. ട്രംപ് പറഞ്ഞ തൊട്ട് അംഗീകരിക്കാനും വയ്യ, എന്നാൽ അത് ട്രംപിനോട് പറയാനും വയ്യ എന്ന മട്ടിലായിരുന്നു ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമന്റെ അന്നത്തെ ഇരിപ്പ്. ട്രംപ് കാര്യം നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് വെട്ടിത്തുറന്ന് പറയാനാകാതെ ഒരു പതർച്ച. ഇത് അറബ് ലോകത്ത് വിമർശനങ്ങൾക്കും വഴി തുറന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപ് പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തേണ്ടെന്ന ലോജിക്ക് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബാം മുന്നോട്ട് വെക്കുന്നത്.